Hello dear students, welcome to Franklin Lectures. This is me, yours Vandana Miss. ഇന്ന് ടാർഗറ്റ് ഗേറ്റ് 26ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 6ലെ പവർ സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പവർ സിസ്റ്റത്തിൽ വരുന്ന ഇക്വേഷൻസ്, അതിന്റെ ട്രിക്സ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ദ ബസ് ഇംപിഡൻസ് മെട്രിക്സ് ഓഫ് എ 3 ബസ് സിസ്റ്റം ഇൻ പെർ യൂണിറ്റ് സെറ്റ് ബസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എ സിമെട്രിക്കൽ ഫോൾട്ട് ത്രൂ എ fault impedance of J 0.007 per unit occurs at bus 2. Neglecting pre-fault loading conditions, the voltage at bus 1 during the fault is dash per unit. Round off to 3 decimal places. ഓക്കെ ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താടാ, വോൾട്ടേജ് ഡ്യൂറിങ് ഫോൾട്ട് ആണ് കാണാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജ് ഡ്യൂറിങ് ഫോൾട്ട് ഈക്വൽ ടു V1 ആണെങ്കിൽ V1 ഈക്വൽ ടു V1 പ്രീവിയസ് മൈനസ് Z12 IF ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്കൊരു കെ ബസ് ഉണ്ടെങ്കിൽ നമുക്ക് IF കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? IF is equal to VK previous divided by ZKK plus ZF ആണ്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് എന്താ അപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ, നമുക്ക് വേഗം ആൻസർ കിട്ടും. അപ്പൊ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, പ്രീവിയസ് വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ വാല്യൂ നമുക്കറിയണം. ZF നമുക്ക് തന്നിട്ടുണ്ട് 0.007 ആണ്. ZKK എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് 2ന്റെ കേസിലാണ് എടുക്കുന്നത്. അപ്പൊ എന്ത് കണ്ടാൽ മതി, Z22 കണ്ടാൽ മതി അല്ലെ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ ബസ് അഡ്മിറ്റൻസ് മെട്രിക്സ് നിന്ന് കിട്ടും. അപ്പൊ പ്രീവിയസ് വാല്യൂ ഏതെന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ഗേറ്റ് തന്നിരിക്കുന്ന ഒരു എന്താണ്, ക്ലോഷർ ആണ്. ഏതെന്ന്? നെഗ്ലക്റ്റിംഗ് പ്രീഫോൾട്ട് ലോഡിംഗ് കണ്ടീഷൻ. പ്രീഫോൾട്ട് ലോഡിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? നെഗ്ലക്ട് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അതായത് എന്താടാ, ജനറേറ്ററിന്റെ ഇന്റേണൽ വോൾട്ടേജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ബസ് ഓൾ ബസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ സംശയം കൊടുക്കാം, 1 per unit ആയിട്ട് കൊടുക്കാം. കേട്ടല്ലോ? അങ്ങനെ 1 per unit കൊടുക്കാനുള്ള റീസൺ ആണ് അവിടെ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു ടെക് എന്ന് പറഞ്ഞ് ചെയ്യാം. എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ആദ്യം ആരെ കാണാം, IF കാണാം. IF is equal to നമുക്ക് കാണാനുള്ള എന്താ, 1 divided by Z22 plus ZF ന്റെ വാല്യൂ അല്ലെ. ZF ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്താലേ 1 divided by എത്രയാ, J 0.093. എവിടെ നിന്ന് 0.93 കിട്ടിയേ? നമുക്ക് ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, Z22 വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. J 0.093 പ്ലസ് നമ്മുടെ വാല്യൂ ഏതാണ്, പ്ലസ് ZF ന്റെ വാല്യൂ എന്താടാ, J 0.007. ഓക്കെ അല്ലേ? അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ -10J per യൂണിറ്റ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അതിൽ ആരെ കണ്ടാൽ മതി, വോൾട്ടേജ് ഡ്യൂറിങ് ഫോൾട്ട്. ദെൻ വോൾട്ടേജ് ഡ്യൂറിങ് ഫോൾട്ട്. വോൾട്ടേജ് ഡ്യൂറിങ് ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, V1 പ്രീവിയസ് പറയുമ്പോൾ 1 മൈനസ് Z12ന്റെ വാല്യൂ എന്താണ്, അത് Z21ന്റെ വാല്യൂ അല്ലെ. Z12ന്റെ വാല്യൂ നമുക്ക് എന്താ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു J 0.061. ദെൻ എന്താ അടുത്ത വാല്യൂ എന്ന് പറയുന്നത്, ഇൻറ്റു IF ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി ഇല്ലേ, -10J എന്ന് വരും. ഓക്കെ ആണല്ലോ? അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടണം, 0.39 per യൂണിറ്റ് എന്ന് വരും. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, റൗണ്ട് ഓഫ് ടു 3 decimal places എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡെസിമൽ പ്ലേസസ് എന്ന് എത്രയാണോ തന്നേക്കുന്നതെന്നും അല്ലെ ചിലപ്പോൾ റൗണ്ട് ഓഫ് ടു ഇൻറ്റിജർ എന്ന് പറയുന്നതും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ നമ്മൾ എന്ത് എഴുതണം, ആൻസർ എന്ന് പറയുന്നത് 0.390 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ മറന്നു പോവില്ലല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഡ്യൂറിങ് എ പവർ ഫെയിലിയർ a domestic household uninterruptible power supply എന്ന് വെച്ചാൽ UPS supplies AC power to a limited number of lights and fans in various rooms
As per a Newton-Raphson load flow formulation, the UPS would be represented as a, അതായത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നേക്കുന്നത്? സ്ലാക്ക് ബസ്, PV ബസ്, PQ ബസ്, PQV ബസ് അല്ലെ? അപ്പൊ പവർ സിസ്റ്റം ആണ്, നിങ്ങൾക്കറിയാം വാസ്റ്റ് സെക്ഷൻ ആണ്. പവർ സിസ്റ്റം 1ഉം പവർ സിസ്റ്റം 2ഉം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പവർ സിസ്റ്റം അനാലിസിസ് ഒക്കെ വരുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് അത്രയും ഹ്യൂജ് ആയതുകൊണ്ട് എന്താണ് തിയറി ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് പ്രതീക്ഷിക്കരുത്. പവർ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. AGC കൺട്രോൾ, AVR ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇതിലെന്താ ചോദിച്ചേക്കുന്നത്? അവിടെ എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? ദ UPS വുഡ് ബി റെപ്രസെന്റഡ് ആസ്. UPS വുഡ് ബി എന്താണ്, എങ്ങനെയാണ് ഒരു ന്യൂട്ടൺ റാപ്സന്റെ കേസ് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ബസ് ഉള്ളത്? സ്ലാക്ക് ബസ് ഉണ്ട്, PV ബസ് ഉണ്ട്, PQ ബസ് ഉണ്ട്. അപ്പൊ ഈ PQV ബസ്സിന് നമുക്ക് അങ്ങ് റിമൂവ് ചെയ്യാലോ. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സ്ലാക്ക് ബസിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം അതൊരു ജനറേറ്റർ ബസ്സാണ് അല്ലെങ്കിൽ റെഫറൻസ് ബസ്സാണ് അല്ലെ? അവിടെ നമ്മൾ എന്താ സ്പെസിഫൈ ചെയ്യാറ്? നമ്മള് വോൾട്ടേജും പിന്നെ ആംഗിൾ ഡെൽറ്റയാണ് നമ്മൾ എന്ത് ചെയ്യണത്? സ്പെസിഫൈ ചെയ്യാറ്. അതേ സമയത്ത് നമുക്ക് ഏതുണ്ട്? PV ബസ് ആണെങ്കിൽ പേരിലുള്ള പോലെ തന്നെ Pയും Vയും ആണ് സ്പെസിഫൈ ചെയ്യാം. അതേപോലെ PQ ബസ് ആണെങ്കിൽ ആരൊക്കെയാ സ്പെസിഫൈ ചെയ്യാം? Pയും Q ആണ് സ്പെസിഫൈ ചെയ്യുക അല്ലെ? അൺനോൺ ഏത് വരും? Pയും Q വന്നാൽ അൺനോൺ ആയിട്ട് Vയും ഡെല്ലും വരും അല്ലെ? റെഡി ആണല്ലോ. അപ്പം നമുക്ക് എന്താ അറിയേണ്ടത്? UPS ആണ് ഇവിടെ തന്നേക്കുന്നത് അല്ലെ? UPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, നമുക്ക് കോൺസ്റ്റന്റ് ആയില്ലേ, നമുക്ക് എന്താണ് അവിടുത്തെ വോൾട്ടേജും ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? വോൾട്ടേജും ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡെൽ ആംഗിളിനല്ലേ റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരെ ഡിനോട്ട് ചെയ്യുന്നത്? UPS എന്ന് പറയുന്നത് ആരെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? വോൾട്ടേജിനെയും അതേപോലെ തന്നെ എന്തിനാടാ നമ്മുടെ ഡെൽറ്റ വാല്യൂ അല്ലെ? വോൾട്ടേജും ഫ്രീക്വൻസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് വോൾട്ടേജിനെയും ഡെൽറ്റേനെയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് A എന്ന് പറയുന്നതാണ് ആൻസർ വരിക, വിച്ച് ഈസ് എന്താണ്? സ്ലാക്ക് ബസ്. ഓപ്ഷൻ റെഡി ആണോ? ക്ലിയർ ആണോ? കൺസെപ്റ്റ് റെഡി ആണല്ലോ. അപ്പം ഓരോ ബസ്സിനെ കുറിച്ചും അറിയണം, അതിൽ ആരൊക്കെയാണ് സ്പെസിഫൈ ചെയ്തത്, അതേപോലെ എന്താണ് അവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അൺനോൺസ് ഏതൊക്കെയാണ് വരുന്നത്, അതുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും അറിയണം അല്ലെ? റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? an alternator with an internal voltage of 1 angle delta 1 per unit and synchronous reactance of 0.4 per unit is connected by a transmission line of reactance 0.1 per unit to a synchronous motor having synchronous reactance 0.35 per unit and internal voltage of 0.85 angle delta 2 per unit. If the real power supplied by the alternator is 0.866 per unit, then delta 1 minus delta 2 is dash degrees. Round off to 2 decimal places. 2 decimal placesലാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മെഷീൻസ് ആർ ഓഫ് നോൺ സാലിയന്റ് ടൈപ്പ് നെഗ്ലക്ട് റെസിസ്റ്റൻസസ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? ഡെൽറ്റ 1 മൈനസ് ഡെൽറ്റ 2 കാണണം അല്ലെ? അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മെഷീൻസ് എന്ന് പറയുന്നത് നോൺ സാലിയന്റ് ടൈപ്പ് ആണ്. അതുപോലെ എന്താടാ? നെഗ്ലക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കേസ് വന്നാൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? പവർ ആംഗിൾ ഇക്വേഷൻ അല്ലെ? P ഡെൽന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ യൂസ് ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ വരിക? നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P is equal to EV by X സൈൻ ഓഫ് ഏതൊക്കെ ആംഗിള്? ഡെൽറ്റ 1 മൈനസ് ഡെൽറ്റ 2. എല്ലാ വാല്യൂസും ഇല്ലേ? ഈ വാല്യൂസ് നോക്കൂ. ആൾട്ടർനേറ്റർ ഹാവ് വോൾട്ടേജ് ഓഫ് 1 ആംഗിൾ ഡെൽറ്റ 1 ആണ്. അപ്പൊ ഇയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? ഈ വിയുടെ വാല്യൂ എത്ര വരുന്നത്? 0.85 ആണ്. ദെൻ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് എഴുതാം? 1 into 0.85 ഡിവൈഡഡ് ബൈ എക്സ് സൈൻ ഓഫ് ഡെൽറ്റ 1 മൈനസ് ഡെൽറ്റ 2. ദെൻ എന്തുകൂടെ നമുക്ക് തന്നിട്ടുണ്ട്? ടോട്ടൽ പവർ തന്നിട്ടുണ്ട് അല്ലെ? ടോട്ടൽ പവർ എന്താ? ഇഫ് ദ റിയൽ പവർ സപ്ലൈഡ് ബൈ ദ ആൾട്ടർനേറ്റർ ഈസ് 0.866 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 0.866 എന്ന് എഴുതണം. ഇതിൽ ഇനി നമുക്ക് അറിയാൻ ആരാടാ ബാക്കിയുള്ളത്? നമുക്ക് എക്സിന്റെ വാല്യൂ കൂടി അല്ലേ അറിയാനുള്ളൂ. എക്സ് ഇക്വലന്റ് കാണണം അല്ലെ? അപ്പൊ എക്സ് ഇക്വലന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ
റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ആൾട്ടർനേറ്റർ ഉണ്ട്, അവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. എഗെയിൻ നമുക്ക് എന്താണ് വരുന്നത്, നമ്മുടെ ഓൾട്ടർനേറ്ററിലേക്ക് കണക്ഷൻ പോവാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിങ്ക്രണസ് റിയാക്ടൻസ് 0.35 ത്രൂ നമുക്ക് എന്ത് ചെയ്യാണ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് വരയ്ക്കുന്ന സമയത്ത് ആദ്യം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഓൾട്ടർനേറ്റർ വരച്ചു. ഓക്കെ, ദെൻ ആരുണ്ട്, ഇത് ജനറേറ്റർ ഉണ്ട് അല്ലെ. വാല്യൂ എത്രയാ തന്നേക്കുന്നത്, 0.4 ആണ്. അപ്പോ J 0.4 തന്നിട്ടുണ്ട്. പിന്നെ എന്താ യൂസ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിഷൻ ലൈൻ വരയ്ക്കാം. ട്രാൻസ്മിഷൻ ലൈനിന്റെ എത്ര വാല്യൂ വന്നേക്കുന്നത്, J 0.1 അല്ലെ. അപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കാം, J 0.1 per unit. ക്ലിയർ അല്ലേ. പിന്നെ എന്തുണ്ട്, റിയാക്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം, റിയാക്ടൻസ് ഡയഗ്രാം ഒക്കെ UG കേസിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന കേസാണ് അല്ലെ. ദെൻ നമുക്ക് എന്തുണ്ട്, നമ്മുടെ എത്രയാണ് തന്നേക്കുന്നത്, നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ സിങ്ക്രണസ് റിയാക്ടൻസ് ഓഫ് എത്രയാടാ, 0.35 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് J 0.35 per unit ആണ്. ആംഗിൾ എത്രയാ, ഇത് 1 ആംഗിൾ Δ1 ആണ്. ഇതെന്ന് പറയുന്നത് വാല്യൂ എത്രയാ, 0.85 ആംഗിൾ Δ2 ആണ്. ദെൻ ഞാൻ ഈ ഡയഗ്രാം എന്ത് ചെയ്യടാ, കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കണ്ടൂടെ, എക്സ് കാണാൻ എന്താടാ, ഇത് 3 എന്താ സീരീസ് ആണ്. അപ്പൊ therefore നമുക്ക് എന്ത് എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം, വാല്യൂസ് എന്ന് പറയുന്നത് 0.4 പ്ലസ് 0.1 പ്ലസ് അല്ലെ, J 0.4 പ്ലസ് J 0.1 പ്ലസ് J 0.35. അപ്പൊ വാല്യൂ എന്ത് കിട്ടും, J 0.85 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ദെൻ ആ വാല്യൂ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.866 ഈക്വൽ ടു 0.85 ഡിവൈഡഡ് ബൈ 0.85 സൈൻ ഓഫ് Δ1 മൈനസ് Δ2. അത് നമുക്ക് Δ1 മൈനസ് Δ2 കണ്ടൂടെ, സൈൻ ഇൻവേഴ്സ് ഓഫ് ഏത് വരും, 0.866 എന്ന് വരും. ഇത് വാല്യൂ 1 ആയില്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ, 60 ഡിഗ്രി എന്ന് വരും. ശ്രദ്ധിക്കണം, 60 ഡിഗ്രി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ വാല്യൂ കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഡെസിമൽ വാല്യൂ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് തന്നിട്ടുണ്ടാ, 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ എന്ത് എഴുതണം, ആൻസർ എന്ന് പറയുന്നത് 60.00 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, സെറ്റ് ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ, ഇൻ ദ ഫിഗർ ഷോൺ സെൽഫ് ഇംപിഡൻസ് ഓഫ് ദ 2 transmission lines are 1.5 J per unit each and Z എന്ന് പറഞ്ഞപ്പോൾ എന്താ, മ്യൂച്വൽ ഇംപിഡൻസ് അല്ലെ. മ്യൂച്വൽ ഇംപിഡൻസ് ഈക്വൽ ടു 0.5 J per unit ഈസ് ദ മ്യൂച്വൽ ഇംപിഡൻസ്. Bus voltages shown in the figure are in per unit given that del greater than 0. The maximum steady state real power that can be transferred in per unit from bus 1 to bus 2. bus 1-ൽ നിന്ന് bus 2-ലേക്ക് പോകുന്ന മാക്സിമം സ്റ്റഡി സ്റ്റേറ്റ് റിയൽ പവർ കാണാനാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാ തന്നേക്കുന്നത്, E × V തന്നിട്ടുണ്ട്, EV/2 തന്നിട്ടുണ്ട്, 2EV തന്നിട്ടുണ്ട്, 3EV/2 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മാക്സിമം പവർ കാണാനുള്ള ഇക്വേഷൻ P is equal to എന്താടാ, EV
ബൈ എന്താണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇക്വലന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിഗർ എങ്ങനെയാ കിടക്കുന്നത്? ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു L1 ഉണ്ട് അല്ലെ. ഒരു L1 L2 ഉണ്ട്, then ഇവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കാണാം? എക്സ് ഇക്വലന്റ് കാണാൻ നമ്മൾ സർക്യൂട്ട്സിൽ പഠിച്ച ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഏതാ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എക്സ് ഇക്വലന്റ് ഈക്വൽ ടു, ഇവിടെ നിന്ന് എന്ത് ഇക്വേഷൻ ഏതാടാ? ഇതെങ്ങനെയാ ഡയഗ്രാം കിടക്കുന്നത്? ഡയഗ്രാം കിടക്കുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു ഇൻഡക്ടർ, അതിന്റെ ഡോട്ട് കൺവെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നു. അഗൈൻ അടുത്ത ഇൻഡക്ടർ ഇവിടെ എന്ത് വരുന്നു? ഡോട്ട് കൺവെൻഷൻ വരുന്നു. ദെൻ ഇവിടെയാണ് നമ്മൾ എന്താണ് എൽ ഇക്വലന്റ് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ എക്സ് ഇക്വലന്റ് നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? L1 പ്ലസ് L2 മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2 മൈനസ് 2m എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അവിടെ നമുക്ക് എക്സ് കിട്ടും. ആ വാല്യൂ എന്ന് വെച്ചാൽ L1 പ്ലസ് L2 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 1.5 ഇൻറ്റു 1.5 1.5 ഇൻറ്റു 1.5 മൈനസ് എം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാടാ? 0.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.5 പ്ലസ് 1.5 മൈനസ് 2 ഇൻറ്റു 0.5 ചെയ്യാം. ഇതെന്താണ്? നോർമൽ മെത്തേഡ് ആണ്. അതല്ല, നിങ്ങളോട് എന്ത് ചോദിക്കുവാണ്? നിങ്ങളോട് തന്നേക്കുന്നത് എന്താ? പാരലൽ ലൈൻസ് ആണ്. ദെൻ അവിടെ സെൽഫ് ഇമ്പിഡൻസും തന്നിട്ടുണ്ട്, മ്യൂച്വൽ ഇമ്പിഡൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഇക്വലന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇക്വലന്റ് ഇസ് ഈക്വൽ ടു എക്സ് എസ് എന്ന് വെച്ചാൽ സെൽഫ് റിയാക്ടൻസ് അല്ലെ, പ്ലസ് എക്സ് എം എന്ന് പറയുന്നത് മ്യൂച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 1.5 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഓം എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? P max is equal to mod E ഇൻറ്റു മോഡ് ബി എന്ന് വരും. ക്ലിയർ ആണോ? എക്സിന്റെ വാല്യൂ 1 വരും. അപ്പൊ ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മയിൽ ഉണ്ടാവണം. ഏതാണ് ഇക്വേഷൻ? ഒന്ന് പി മാക്സ് കാണാനുള്ള ഇക്വേഷൻ, പിന്നൊന്ന് ഏതാണ്? നമ്മുടെ ഏത് ഇക്വേഷൻ ആടാ? പാരലൽ ലൈൻസ് ആയിട്ട് സെൽഫ് ഇമ്പിഡൻസും അതേപോലെ തന്നെ മ്യൂച്വൽ ഇമ്പിഡൻസും തരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ. ക്ലിയർ ആണോ? റെഡി ആണോ? അതും ഏതാ? നമ്മുടെ ഇക്വേഷൻ തന്നെയാണ് വന്നത്, മാക്സിമം പവർ ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരേ കേസസ് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ദെൻ അടുത്ത് നോക്കൂ. സപ്പോസ് IA, IB, IC are a set of unbalanced current phases in a 3-phase system. The phase B zero sequence current IB0 equal to 0.1 angle 0 degree per unit. If phase A current IA equal to 1.1 angle 0 degree per unit and phase C current IC equal to 1 angle 120 degree plus 0.1 then IB in per unit is. എന്താ ചോദിച്ചേക്കുന്നത്? നമുക്ക് സിമ്മട്രിക്കൽ കമ്പോണൻസ് ഉണ്ട്, അറിയാം അല്ലെ, ഫോൾട്ട് അനാലിസിസിൽ വരുന്ന കേസാണ്. അപ്പോൾ IA, IB, ICയില് IAയുടെ വാല്യൂവും IBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണാൻ ചോദിച്ചേക്കുന്നത്? ICയുടെ വാല്യൂ കാണാനാണ് ചോദിച്ചേക്കുന്നത്. അതിൽ തന്നെ ഏത് വാല്യൂടെ നമുക്ക് തന്നിട്ടുണ്ട്? സീറോ സീക്വൻസിന്റെ കേസിൽ IB0യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 0.1 ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IC എങ്ങനെ ഒരു വാല്യൂ തന്നേക്കുന്നത്? 1 ആംഗിൾ 120 ഡിഗ്രി പ്ലസ് 0.1 എന്ന് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ അവിടത്തെ സീറോ സീക്വൻസ് എന്ത് ചെയ്തേക്കുക? പ്ലസ് 0.1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് IBയിലും അതേപോലെ അല്ലേ വരിക. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാടാ? ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഒഴിവാക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത 2 വാല്യൂസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്പോ ആൻസർ കാണേണ്ടത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് കിടക്കാം. എന്താ പറഞ്ഞു? സീറോ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? എല്ലാ ഫേസിലും എന്താണ്? സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? IA0 is equal to IB0 is equal to IC0 എന്ന് എഴുതിക്കൂടെ? IB0യുടെ IC0യുടെ എല്ലാ വാല്യൂ ആണ് ഏത് തന്നേക്കുന്നത്? 0.1 ആംഗിൾ 0 ഡിഗ്രി എന്ന് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉണ്ടടാ? IA0 equal to 1/3 into IA plus
IB പ്ലസ് IC ഉണ്ട് അല്ലെ? ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? IB മാത്രം കണ്ടാൽ പോരെ, ബാക്കി എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെഴുതാം? IB ഈക്വൽ ടു IB ഈക്വൽ ടു 3IA0 മൈനസ് ഏത് വരും? നമ്മുടെ വാല്യൂ ഏതാടാ? IA മൈനസ് IC എന്ന് പറയും. വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലില്ലേ? നേരെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 3 into 0.1 ആംഗിൾ 0 ഡിഗ്രി മൈനസ് 1.1 ആംഗിൾ 0 ഡിഗ്രി മൈനസ് 1 ആംഗിൾ 120. ICയുടെ വാല്യൂ ആണ് കേട്ടോ. 1 ആംഗിൾ 120 ഡിഗ്രി പ്ലസ് 0.1 എന്നാണ് തന്നേക്കുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 0.1 തന്നു കഴിഞ്ഞാൽ അതെന്താ? 0.1 ആംഗിൾ 0 ഡിഗ്രി ആണ്, ശ്രദ്ധിക്കണം. ദെൻ ഞാൻ ഇതിൽ എന്ത് ചെയ്തു? ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് തന്നേക്കുന്നത്? 0.1 ആംഗിൾ 0 ഡിഗ്രിയും അതേപോലെ 120 ഡിഗ്രിയിലുമാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിൽ 0യുടെ ഡിഗ്രി. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഓപ്ഷൻസിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പൊ ഓപ്ഷൻസ് കിട്ടണം കേട്ടോ. അപ്പൊ ആ ഓപ്ഷൻസിലേക്ക് നോക്കുക. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്താ വന്നേക്കുന്നത്? ഞാൻ 0 വാല്യൂസിനെല്ലാം ഒന്നിച്ചെടുക്കണം. അപ്പൊ 3 into എന്താണ്? 0.1, പിന്നെ ഏതാ? 1.1 ഉണ്ട്. പിന്നെ ഏത് വാല്യൂ ആണ് നമുക്കുള്ളത്? നമുക്ക് ഏത് വാല്യൂ ഉണ്ട്? നമ്മുടെ വാല്യൂ ഏതാ? ആംഗിളിൽ വരുന്നത് 0.1 ആംഗിൾ 0 ഡിഗ്രി അല്ലെ? ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്ത് വരും? മൈനസ് 0.9 ആംഗിൾ 0 ഡിഗ്രി മൈനസ് 1 ആംഗിൾ 120 ഡിഗ്രി എന്ന് വെച്ചാൽ 120യുടെ അതേപോലെ ഞാൻ എഴുതി. ബാക്കി 0 ഡിഗ്രിയുടെ എല്ലാം കൂടി ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ IBയുടെ വാല്യൂ ഇതാണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഓപ്ഷനിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? എന്താ ഓപ്ഷൻസ് എങ്ങനെയാ തന്നേക്കുന്നത്? IB ഈക്വൽ ടു ഏതോ ഒരു വാല്യൂ പ്ലസ് എന്താണ്? 1 ആംഗിൾ അല്ല 0.1 ആംഗിൾ 0 ഡിഗ്രി എന്നാണ് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കിട്ടിയ വാല്യൂവിനെ 0.1 ആംഗിൾ 0 ഡിഗ്രി കൊണ്ട് ആഡ് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു കോമൺ മെത്തേഡ് ഉണ്ട്. അതായത് IB0യുടെ 0 സീക്വൻസ് മെത്തേഡ്സ് വെച്ച് ആഡ് ചെയ്തിട്ട് അതിലേക്ക് IC ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനുണ്ട്? ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിനേക്കാൾ എളുപ്പമാണ്. കാരണം അങ്ങനെ ഒരു മെത്തേഡിലേക്ക് എത്താനാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? ICയുടെ വാല്യൂവിനെ നമുക്ക് അങ്ങനെ എന്ത് ചെയ്തേക്കുന്നത്? അവർ സ്പെസിഫൈ ചെയ്തേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്തു? ഈ കിട്ടിയ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് 0.9 ആംഗിൾ 0 ഡിഗ്രി മൈനസ് 1 ആംഗിൾ 120 ഡിഗ്രി. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് പ്ലസ് വാല്യൂ കിട്ടണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു മൈനസും ചെയ്തു. മൈനസ് 0 ഡിഗ്രി കൊടുത്തു. അപ്പൊ ഇത് സെയിം അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 ആംഗിൾ മൈനസ് 120 ഡിഗ്രി പ്ലസ് 0.1 ആംഗിൾ 0 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ വരുന്നത്? 1 ആംഗിൾ മൈനസ് 120 ഡിഗ്രി പ്ലസ് 0.1 ആംഗിൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് ഏതാടാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ക്ലിയർ ആണല്ലോ? മാത്സ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് കിട്ടിയ ആൻസറിലെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്ഷൻസിലേക്ക് മിസ്മാച്ച് ചെയ്തിട്ട് ആദ്യം എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ മിസ്മാച്ചിങ് നോക്കി അതിൽ മാച്ച് ആയതിനേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആപ്റ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ക്ലിയർ അല്ലേ? മെത്തേഡ് മനസ്സിലായല്ലോ? ഗേറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതികളാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് പോയി കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ടൈം കൺസ്യൂമിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒഴിവാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? The fuel cost functions in rupees or hour for 2 600 megawatt thermal power plants are given by plan 1 എത്രയാ? C1 is equal to 350 plus 6P1 plus 0.004 P1 square. Plan 2 എന്ന് പറഞ്ഞാൽ എന്താ? C2 equal to 450 plus AP2 plus 0.003 P2 square. Where P1 and P2 are power generated by plan 1 and plan 2 respectively in megawatt and A is a constant. The incremental cost of power is 8 rupees per MWH. The two thermal power plants together meet a
total power demand of 550 megawatt. The optimal generation of plant 1 and plant 2 in megawatt respectively are എന്താ 200 350 350 200 ഓപ്ഷൻ സി തന്നേക്കുന്നത് 325 225 ഓപ്ഷൻ ഡി തന്നേക്കുന്നത് 250 300. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? ഇതെന്താ എക്കണോമിക് ഡിസ്പാച്ചിലാണല്ലേ, നമുക്ക് എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമൽ ആക്കി വെക്കണം അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോർഡിനേഷൻ ഇക്വേഷൻ എന്താ പറയുന്നത്? എല്ലാ ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതും എന്തായിരിക്കണം? ഒരേ ഇൻക്രിമെന്റൽ കോസ്റ്റിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ പഠിച്ചിരുന്നേ? dc1 by dp1 is equal to dc2 by dp2 equal to etc. എന്താണ്? ലാംഡ അല്ലെ. അതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുന്നവർക്ക് മൈൻഡിലേക്ക് ഓടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എങ്ങനെ കാണണം എന്നാണ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വരിക. അപ്പൊ എന്ത് ചെയ്യും? ഈ ലാംഡ വെച്ച് 80 യൂസ് ചെയ്തിട്ട് നമ്മൾ P1 കാണും, 80 യൂസ് ചെയ്തിട്ട് എ കണ്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേഷനിലേക്ക് പോകും. അപ്പൊ അങ്ങനെയല്ല അവിടെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2600 MW എന്ന് വന്നിട്ടുണ്ട്. അതായത് എന്താണ്? 600 ആണ് അവിടുത്തെ മാക്സിമം വരേണ്ടത് അല്ലെ. അപ്പൊ നോക്കടാ, നമുക്ക് കിട്ടുന്ന ഓപ്ഷനിലൊക്കെ 200 350 350 200. അപ്പൊ ഒന്നും എന്താ, ഓരോന്നും എന്താണ് 600 മെഗാവാട്ടിന്റെ താഴെയാണ്. രണ്ടാമത് ഇവിടെ ഒരു സെക്ഷൻ കൂടി തന്നിട്ടുണ്ട് അവര്, ടോട്ടൽ പവർ ഡിമാൻഡ് ഓഫ് 550 മെഗാവാട്ട് അല്ലെ. അപ്പൊ എന്താ, രണ്ടും കൂടെ P1 ഉം P2 ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 550 വേണം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡ് നടക്കുമെന്ന് നോക്കാം. അതായത് എന്താ, രണ്ടും ആഡ് ചെയ്താൽ 550 കിട്ടാത്ത നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാലോ. അപ്പൊ നോക്കടാ, രണ്ടും ആഡ് ചെയ്താൽ 550 കിട്ടാത്ത ഓപ്ഷൻ എന്തില്ല? ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആദ്യം P1 കാണാം. P1 എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ആ P1 കുറച്ച് കഴിഞ്ഞാൽ P2 കിട്ടും. വെറുതെ എ എല്ലാം കണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണാം? dc1 by dp1 is equal to d by dp1 of നമ്മുടെ വാല്യൂ എത്ര ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? 350 plus 6p1 പ്ലസ് വാല്യൂ എത്രയാണ്? 0.004 P1 സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 plus 0.008 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താടാ? വിച്ച് ഈസ് ഈക്വൽ ടു 8 ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? P1. ദെൻ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് P1 വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടൂടാ? 250 മെഗാവാട്ട് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് ടോട്ടൽ പവർ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് കാണാം? P2 ഈക്വൽ ടു നമുക്ക് എന്ത് കാണാം? P2 ഈക്വൽ ടു 550 മൈനസ് 250 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരുടാ? 300 മെഗാവാട്ട് എന്ന് വരും. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ആൻസർ എന്ന് പറയുന്നത് 250 നെക്സ്റ്റ് 300. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 250 300 ആ ഒരു കൺസെപ്റ്റ് റെഡി ആയല്ലോ. അപ്പൊ എവിടെയാണ് ട്രാപ്പ് ചെയ്യേണ്ടത്, എവിടെയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 20 MVA 11.2 kV 4-pole 50 Hz alternator has an inertia constant of 15 megajoule per MVA. If the input and output power of the alternator are 15 megawatt and 10 megawatt respectively, the angular acceleration in mechanical degree per second is. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താടാ? മെക്കാനിക്കൽ ഡിഗ്രി പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഇലക്ട്രിക്കലിനെ എന്ത് ചെയ്യണം? മെക്കാനിക്കലിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? 2/p കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? എന്തെഴുതാം? ആംഗുലാർ ആക്സിലറേഷൻ ഇൻ മെക് മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്ന കേസിലൊക്കെ അല്ലേ നമുക്ക് ഇക്വേഷൻസിനനുസരിച്ച് നമ്മുടെ യൂണിറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഡിഗ്രി സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ ചെയ്യണ്ടേ? 2/p ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. 2/p ചെയ്യാൻ വിട്ടുപോകരുത്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആംഗുലാർ ആക്സിലറേഷൻ ഏതാ? ഇലക്ട്രിക്കൽ ഡിഗ്രി പെർ സെക്കൻഡ് സ്ക്വയർ. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ?
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ ഏതാടാ, ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ ബൈ എം ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താ, ജി എച്ച് ബൈ പൈ എഫ് ആണ്. നേരെ എന്ത് ചെയ്യാ, ആ ഇക്വേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ഡി സ്ക്വയർ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മുടെ വാല്യൂ എന്താടാ, പി എം മൈനസ് പി ഇ ഡിവൈഡഡ് ബൈ എം ആണ്. എം ആണ് ആ വാല്യൂ. എന്ത് ചെയ്യാം, എമ്മിന് ഇക്വേഷൻ എഴുതാം അല്ലെ, ഇൻറ്റു 2/p വിച്ച് ഈസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ ഡിവൈഡഡ് ബൈ ജി എച്ച് ബൈ പൈ എഫ് എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇൻറ്റു 2/p ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുക. ദെൻ ഡയറക്റ്റ് എന്ത് ചെയ്യാം, വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പി എമ്മിന്റെ വാല്യൂ മൈനസ് പി എം മൈനസ് പി, അല്ലെ. അപ്പൊ എന്ത് കിട്ടും, പി എം എന്ന് പറഞ്ഞാൽ എത്ര തന്നേക്കുന്നത്, 15 തന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞത് 10 തന്നിട്ടുണ്ട്. ഇൻറ്റു പൈ എഫ് മുകളിലേക്ക് പോകും അല്ലെ. അപ്പം 180 ഇൻറ്റു ഫ്രീക്വൻസി എന്താ തന്നിട്ടുണ്ട്, 50 ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ റേറ്റിംഗ് 20 MB ആണ്. എച്ചിന്റെ വാല്യൂ എത്രയാ, 15 ആണ്. ഇൻറ്റു 2 ഡിവൈഡ് ബൈ പോൾസ് എന്ന് വേണ്ടത് പി എത്രയാടാ, 4 ആണ് അല്ലെ. 4 പോളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും, 75 മെക് ഡിഗ്രി പെർ സെക്കൻഡ് സ്ക്വയർ. റൗണ്ട് ഓഫ് ടു എന്താണ്, റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റീജർ എന്നാണ് നമുക്ക് കിട്ടിയ വാല്യൂ, ഇൻറ്റീജർ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരടാ, ആൻസർ എന്ന് പറയുന്നത് 75 മെക് ഡിഗ്രി പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, A composite conductor consists of 3 conductors of radius r each. അല്ലെ, നമുക്ക് ഇവിടെ 3 എണ്ണം എന്താണ്, 60 ഡിഗ്രിയാണ് ആംഗിൾ തന്നേക്കുന്നത്, r ആണ് അതിന്റെ റേഡിയസ് അല്ലെ. അപ്പൊ 2 കണ്ടക്ടേഴ്സിന്റെ അക്രോസ് എന്താ, 3r അല്ലെ. ദെൻ എന്താ, the conductors are arranged as shown below. താഴെ തന്ന പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. The geometric mean radius GMR in centimeter of the composite conductor is KR. If the value of k is, ഇവിടെ എന്താ തന്നിട്ടില്ല, ഡെസിമലും റൗണ്ട് എണ്ണൊന്നും തന്നിട്ടില്ല. ഡയറക്റ്റ് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതെന്താടാ, ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണല്ലേ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നോർമൽ കേസിൽ നമുക്ക് എങ്ങനെ അറിയാം, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ നമ്മൾ കാണാറ്, നമ്മൾ GMD സെൽഫ് കാണും അല്ലെ. 0.778 r വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് GMR കാണും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോമ്പോസിറ്റ് 3 കണ്ടക്ടർ ആവുമ്പോൾ ഏതാ, സെൽഫും മ്യൂച്വലും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, DAA DBB DCC ഇൻറ്റു DAB DBC DCA അല്ലെ, അതിന്റെ സ്ക്വയർ അല്ലെ, അതിന്റെ സ്ക്വയർ ഓൾ റേസ്ഡ് ടു. എന്നൂടി പറയാം, എങ്ങനെ വരിക, നമ്മുടെ നോർമൽ കൺവെൻഷണൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യടാ, നമ്മുടെ സെൽഫ് GMR കാണും അല്ലെ. സെൽഫ് GMR കാണുന്ന സമയത്ത് ഇക്വേഷൻ എന്താ വരിക, r ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതാറ്, 0.778 GMR എന്ന് എഴുതും അല്ലെ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, 3 ആണ് അവിടെ വന്നേക്കുന്നത്, നമ്മുടെ കോമ്പോസിറ്റ് 3 സബ് കണ്ടക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ DS എന്ന് പറയുന്നത് എന്തായിരിക്കും ഇക്വേഷൻ വരിക, DAA DBB DCC DAB സ്ക്വയർ DBC സ്ക്വയർ DCA സ്ക്വയർ ഇൻ ഓൾ റേസ് ടു എന്താ, 3 എന്തുണ്ട്, സെൽഫും ഉണ്ട്, 6 എണ്ണം എന്താ, മ്യൂച്വൽ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ത് വരും, 1/9 വരും. എന്നിട്ട് ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അതല്ലാതെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നത് എന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, നമുക്ക് അവിടുത്തെ സ്പേസിംഗ് എന്ന് പറയുന്നത് D ആണെങ്കിൽ 3 ആണ് കണ്ടക്ടേഴ്സ് വരുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് r ഡാഷ് d സ്ക്വയർ ഓൾ റേസ് ടു 1/3 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ എഴുതാം, വെൻ ഇക്വേഷൻ ഓർമ്മ വെക്കണം, വെൻ 3 കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ 3 സബ് കണ്ടക്ടേഴ്സ് ആണ് കേട്ടോ, 3 കണ്ടക്ടേഴ്സ് ഫോം ആൻഡ് ഇക്വിലാറ്ററൽ triangle and spacing D. സ്പേസിംഗ് D ആണ് തന്നത് എന്നുണ്ട്, കാരണം ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരുവാടാ, ഇക്വേഷൻ എന്ന് പറയുന്നത് GMR ബണ്ടിൽ ഈക്വൽ ടു r ഡാഷ് d സ്ക്വയർ ഓൾ റേസ് ടു
1/3. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഓഫ് സബ് കണ്ടക്ടേഴ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അതായത് നമ്പർ ഓഫ് സബ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇഫ് നമ്പർ ഓഫ് സബ് കണ്ടക്ടേഴ്സ് എന്താ വരുന്നത്, ഞാൻ 2 ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, r' all raised to 1/2 ആണ്. ഇനി അതെന്താ 3 ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്താടാ, r' all raised to 1/3. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് 4 ആണെങ്കിലോ, 4 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഏത് വരുടാ, r' raised to 3 all raised to 1/4 എന്ന് വരും. അതായത് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, പവർ ഓഫ് d എന്ന് പറയുന്നത് എന്താ, n-1 ആണ്. ദെൻ പവർ ഓഫ് എന്താണ്, പവർ ഓഫ് n അല്ലെ നമ്മുടെ 1/n വാല്യൂ അല്ലെ, ഔട്ട്സൈഡിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താടാ, 1/n ആണ്. 4 ആവുമ്പോൾ 4 സബ് കണ്ടക്ടർ ആവുമ്പോൾ 1/4 അല്ലെ. അപ്പൊ ഇത് എന്താണ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ. ഇവിടെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, GMR ബണ്ടിൽ is equal to ഏതാ വാല്യൂ, r' all raised to 1/3 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ സെൽഫും മ്യൂച്വലും ഒക്കെ എടുത്ത് 1/9 വരുന്ന കേസും ഡൗട്ട്സും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 0.778 ഇൻറ്റു നമ്മുടെ വാല്യൂ എന്താടാ, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.0078 ഇൻറ്റു r ഇൻറ്റു ഇനി ഏതാ, d² വാല്യൂ എത്ര തന്നേക്കുന്നത്, ഡിയുടെ വാല്യൂ എത്ര തന്നേക്കുന്നത്, 3r തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ വാല്യൂ 3r² all raised to 1/3. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇവിടെ 6 ഉണ്ട്, ഇവിടെ r² ഉണ്ട്. അപ്പൊ r⁻³ ആയി, പുറത്തുള്ള 3 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ 6 എന്ന് കിട്ടും. ദെൻ 0.778ഉം 3യുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.913 എന്ന് കിട്ടും. അതായത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താടാ, 1.913 ആണ് വരിക. ഓക്കെ അല്ലേ. അതേപോലെ നമ്മളോട് കപ്പാസിറ്റൻസ് കാണാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇൻഡക്ടൻസ് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് ഈ ഏരിയയിൽ നിന്ന് അല്ലെ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ റെഫർ ചെയ്യുക. ഇപ്പൊ അങ്ങോട്ട് പഠിക്കുന്ന സമയമാണ്, 14th നമ്മുടെ എക്സാം. ക്വിക്ക് റിവിഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ ഏരിയാസ്, സ്ട്രോങ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ എന്ത് ചെയ്യണം, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കി എടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതിൽ വരുന്നത്, നമ്മുടെ പവർ സിസ്റ്റത്തിന്റെ സെക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഗേറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, പിന്നെ കാണാം. എല്ലാവർക്കും ഗേറ്റ് എക്സാമിന് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിന്റെ വക വിഷ് യു എ ഹാപ്പി ആൻഡ് എന്താ പറയാ, ബെസ്റ്റ് വിഷസ് ടു ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ദിസ് ഈസ് യുവേഴ്സ് വന്ദന മിസ് സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. താങ്ക് യു.